ഷാൻചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? മയക്കത്തിൽ മിഴി പൂട്ടാത്ത സുന്ദരി. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ 2ാം ഭാഗമാണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോണേ. തെരേസ മധു പാടുന്ന ഒരു ഭക്തിഗാനം കേൾക്കാം. ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയാൽ എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയാൽ എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ സ്നേഹത്തിൻ ജീവനെ ഹൃദയത്തിനാനന്ദമായി നീ വരൂ. വാവായെന്നീശോയെ എന്നിലൊന്നാകണേ മമ ജീവന്റെ ആത്മാവിൽ നീ. വാവായൻ സ്നേഹമേ ഹൃത്തിലുൾ ചേരണേ തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ. തിരുജീവനേകുന്നിതാ ഇൻ ജീവന്റെ ആധാരമായി അകതാരിലൊന്നാകുവാൻ ആനന്ദമായി തീരുവാൻ ആത്മാവിലെ വൾത്താരയിൽ ഈശോയെ ഞാൻ നിന്നെ കാത്തിരിപ്പൂ. ആശ്വാസമായി ആനന്ദമായി ജീവന്റെ നാഥനായി പൊന്നീശോയേ. ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയാൽ എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ സ്നേഹത്തിൻ ജീവനെ ഹൃദയത്തിനാനന്ദമായി നീ വരൂ. കാൽവരികുന്നിതാ എന്നുള്ളിൻ്റെ അനുതാപമായി ആ പാതയൊന്നാകുവാൻ ആനന്ദമായി തീരുവാൻ ഈ ദ്യോവിലെ വഴിത്താരയിൽ ഈശോയെ ഞാൻ നിന്നെ കാത്തിരിപ്പൂ. ആശ്വാസമായി ആനന്ദമായി ജീവന്റെ നാഥനായി പൊന്നീശോയേ. ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയാൽ എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ സ്നേഹത്തിൻ ജീവനെ ഹൃദയത്തിനാനന്ദമായി നീ വരൂ. ബെന്നറ്റ് സിബി കീബോർഡ് വായിക്കുന്ന കേക്കാട്ടോ.
കഥ കേട്ടാലോ? നയൻമിത്രയാണേ പറയണേ. ഒരു ദിവസം മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം? അച്ഛനൊന്ന് ആലോചിച്ചു. എന്നിട്ട് ഒരു കല്ലെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ ഈ കല്ലുമായി മാർക്കറ്റിൽ പോവുക. ആരെങ്കിലും ഈ കല്ലിൻ്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, പകരം 2 വിരൽ ഉയർത്തി കാണിക്കുക. ആ മകൻ അച്ഛൻ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിലെ തിരക്കിനിടയിൽ കല്ലുമായി വളരെ അതിശയത്തോടെ നിന്നു. അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എത്രയാണ് ഈ കല്ലിൻ്റെ വില? അവനൊന്നും മിണ്ടിയില്ല, പകരം 2 വിരൽ ഉയർത്തി കാണിച്ചു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, 20 രൂപയോ? ഞാൻ എടുത്തുകൊള്ളാം. അവൻ അതിശയിച്ചു, സാധാരണ കല്ലിന് 20 രൂപയോ? അവൻ ഓടി അച്ഛൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, മാർക്കറ്റിൽ ഒരു പ്രായമായ സ്ത്രീ ഈ കല്ലിന് 20 രൂപ തരാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോനെ, നീ ഈ കല്ലുകൊണ്ട് അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോകൂ. അവിടെയും ആരെങ്കിലും ഇതിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, പകരം 2 വിരൽ ഉയർത്തി കാണിക്കുക. അവൻ ഉടൻ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ അവൻ്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, സർ, എന്താണ് ഈ കല്ലിൻ്റെ വില? അവനൊന്നും മിണ്ടാതെ 2 വിരൽ ഉയർത്തി. അയാൾ ചോദിച്ചു, 2000 രൂപയോ? എനിക്ക് തരൂ, ഞാൻ വാങ്ങിക്കൊള്ളാം. അവൻ അതിശയപ്പെട്ടു. ഓടി വീട്ടിലെത്തി അച്ഛനോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, ഇനി നീ ഈ കല്ലുമായി വിലയേറിയ വജ്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോകും. അവിടെയും ആരെങ്കിലും നിന്നോട് ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, 2 വിരൽ ഉയർത്തി കാണിക്കുക. അവൻ അതിയായ ആവേശത്തോടെ വജ്രക്കടയിലേക്ക് ഓടി. പതുക്കെ കടയിലേക്ക് കയറി. അവിടെ ക്യാഷ് കൗണ്ടറിൽ ഒരു പ്രായമായ ആൾ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ കയ്യിൽ കല്ല് കണ്ടതും അയാൾ ചാടി എണീറ്റു അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവനോട് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഇത്ര മനോഹരമായിട്ടുള്ള കല്ല് കണ്ടിട്ടില്ല. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഈ കല്ലിന് എത്ര വില തരണം? എത്രയാണ് ഇതിൻ്റെ വില? അവൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒന്നും മിണ്ടാതെ 2 വിരൽ ഉയർത്തി കാണിച്ചു. കടയുടമ ഒട്ടും ശങ്കിക്കാതെ, 2 ലക്ഷം രൂപയോ? ഞാൻ വാങ്ങിക്കൊള്ളാം. അവനൊന്നും വിശ്വസിക്കാനായില്ല. അവൻ അതിവേഗം ഓടി അച്ഛൻ്റെ അടുത്തെത്തി. ഈ കല്ലിന് 2 ലക്ഷം രൂപ കിട്ടുമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അവനെ അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന്? ഈ കല്ലുപോലെയാണ് നമ്മുടെ ജീവിതവും. എവിടെയായിരിക്കും എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. അതേ കൂട്ടുകാരെ, നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർ വജ്രവ്യാപാരിനെ പോലെയാണ്. നമ്മുടെ വാല്യൂ അവർക്കറിയാം. അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. മറ്റു ചിലർ അവരുടെ കാര്യസാധ്യത്തിനായി നമ്മളെ ഉപയോഗിക്കുന്നവരാണ്. ഈ കൂട്ടർ നമ്മുടെ കഴിവിനെ പറ്റിയോ നമ്മളിലെ നന്മയെക്കുറിച്ചോ തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല, ഇവർക്ക് നമ്മൾ ഒന്നുമല്ല. ജീവിതത്തിന്റെ മൂല്യം കണ്ടുപിടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു കവിത കേൾക്കാം. അബിയ സജിയാണ് കേട്ടോ കവിത ചൊല്ലണേ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദിപാദമെന്ന വേദം ചേർത്തു വെച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണു പുരുഷനെന്ന നേരതിന്തിനാനമി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണു പുരുഷനെന്ന നേരതിന്തിനാനമി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ.
കാടടക്കി നാടടക്കി ക്ഷീരപദം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേ വരച്ചിതം തിരഞ്ഞതാം പരമ്പൊരുൾ സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ നേടുമെന്ന മനുഷ്യർ. പേടിയാണവഞ്ഞു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ, പേടിയാണവഞ്ഞു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവഞ്ഞു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം, നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. പേടിക്കൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണ മുന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി. പേടിക്കൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണ മുന്നിൽ പ്രാതിവ്യത്യ താഴടച്ചു ദേവതയാക്കി. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവച്ചു പെൺകുരുന്നിനെ. ബെനീറ്റ ബിൻസ് പാടുന്ന ഒരു ദേശഭക്തി ഗാനം കൂടി കേൾക്കാട്ടോ. ഇന്ത്യയുടെ മണ്ണിൽ പിറന്നവർ നമ്മൾ, ഇതിഹാസ മധുരം നുണഞ്ഞവർ നമ്മൾ. ഇടനെഞ്ചിലാനന്ദ ശ്രുതി ചേർത്തു പാടാം വന്ദേ മാതരം. സ്വാതന്ത്ര്യ മധുരം നുണഞ്ഞവർ നമ്മൾ, അഭിമാനസാരം അറിഞ്ഞവർ നമ്മൾ. ഇമ പൂട്ടിടാതൊറ്റ മനസ്സോടെ പാടാം വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ആ ആ ആ ഇന്ത്യയുടെ മണ്ണിൽ പിറന്നവർ നമ്മൾ, ഇതിഹാസ മധുരം നുണഞ്ഞവർ നമ്മൾ. ഇടനെഞ്ചിലാനന്ദ ശ്രുതി ചേർത്തു പാടാം വന്ദേ മാതരം. സ്വാതന്ത്ര്യ മധുരം നുണഞ്ഞവർ നമ്മൾ, അഭിമാനസാരം അറിഞ്ഞവർ നമ്മൾ. ഇമ പൂട്ടിടാതൊച്ച മനസ്സോടെ പാടാം വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ആ ആ ആ അന്തരംഗങ്ങളിൽ അഭിമാനമോടെ, ഇന്ത്യ തൻ തിരുമുന്നിൽ ഭയഭക്തിയോടെ, ശ്രുതി ചേർത്തു നിത്യം ഒരുമിച്ചു പാടാം വന്ദേ മാതരം. വന്ദേ മാതരം. വൈരങ്ങളില്ലാതെ സമഭാവമോടെ വളരണമതിനായി ഒരുമിച്ചു ചേരാൻ കൈകൂപ്പി നിത്യം നിറവോടെ പാടാം വന്ദേ മാതരം. വന്ദേ മാതരം. ആ ആ ആ ഇന്ത്യയുടെ മണ്ണിൽ പിറന്നവർ നമ്മൾ, ഇതിഹാസ മധുരം നുണഞ്ഞവർ നമ്മൾ.
ഇടനെഞ്ചിലാനന്ദ ശ്രുതി ചേർത്തു പാടാം വന്ദേ മാതരം. സ്വാതന്ത്ര്യമധുരം നുണഞ്ഞവർ നമ്മൾ, അഭിമാനസാരം അറിഞ്ഞവർ നമ്മൾ, ഇമ പൂട്ടിടാതൊറ്റ മനസ്സോടെ പാടാം വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? മയക്കത്തിൽ മിഴി പൂട്ടാത്ത സുന്ദരി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? മീൻ. അപ്പൊ നമ്മുടെ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇവരുടെ പരിപാടികളുടെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 ഇതളുകളിൽ കേൾക്കാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേന പേപ്പർ എടുത്തിട്ട് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടെ പറയട്ടെ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് ടപ്പേന്ന് പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.